നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ പെരുംജീരകത്തെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. ഇപ്പോൾ പെരുംജീരകം അല്ലെങ്കിൽ ഈ വലിയ ജീരകം ഫെനൽ എന്ന് പറയുന്ന ഈ പ്ലാന്റ് ഒരു മെഡിറ്ററേനിയൻ പ്ലാന്റ് ആണ്. ഇത് നമ്മുടെ കടൽ തീരങ്ങളിലും ഈ തോടിൻ്റെ തീരങ്ങളിലുമൊക്കെ വിദേശ രാജ്യങ്ങളിൽ അധികമായിട്ട് കാണുന്ന ഒരു പ്ലാന്റ് ആണ് ഈ പെരുംജീരകത്തിൻ്റെ പ്ലാന്റ്. പെരുംജീരകം നമുക്ക് പെട്ടെന്ന് തന്നെ ഏത് കാലാവസ്ഥയിലും വളർത്താൻ സാധിക്കുന്ന ഒരു പ്ലാന്റ് ആണ്. അത് നമ്മൾ കേരളത്തിലാണെങ്കിലും നമുക്ക് വളർത്താവുന്ന ഒരു പ്ലാന്റ് ആണ് പെരുംജീരകം. അപ്പോൾ ഞാനിവിടെ പെരുംജീരകം നമ്മൾ സാധാരണ കടയിൽ നിന്ന് മേടിച്ച് പെരുംജീരകം കുഴിച്ചിട്ട് നമുക്ക് വീട്ടിൽ വളർത്തിയ പെരുംജീരക തൈകളാണിത്. ഏകദേശം നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന പ്ലാന്റുകൾ ഹാർവെസ്റ്റിന് റെഡിയായിട്ട് ഉള്ള പ്ലാന്റുകളാണ്. അപ്പോൾ നമ്മളിതിന് പ്ലാന്റിങ് മുതലുള്ള കാര്യങ്ങൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം മുതലുള്ള കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാം. ഇത് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. നമുക്ക് 2-3 തരത്തിൽ ഇതിൻ്റെ സീഡ് മുളപ്പിക്കാം. അപ്പോൾ ഞാനിത് ഒരു ട്രേയിൽ സീഡിട്ട് മുളപ്പിച്ച് അതിന് ശേഷം പുറത്ത് ട്രാൻസ്പ്ലാന്റ് ചെയ്തതാണ്. ഇതാണ് നമ്മൾ അങ്ങനെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത നമ്മുടെ ഫെനലിൻ്റെ പ്ലാന്റ്. ഇതിപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് സായിപ്പന്മാർ അല്ലെങ്കിൽ വിദേശികൾ ഹാർവെസ്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ബൾബ് എന്ന് പറയുന്ന ഭാഗത്തിന് വേണ്ടിയാണ് ഇവർ ഇത് വളർത്തുന്നത്. നമ്മളിതുപോലെ ഇച്ചിരി വളരാനായിട്ട് നോക്കി നിന്നിട്ട് നമ്മളതിൻ്റെ സീഡാണ് എടുക്കുന്നത്. നമ്മൾ ഇതിപ്പോൾ സീഡായി വരുന്ന ഒരു സ്റ്റേജാണ്. നല്ല രസമുള്ള പൂക്കളാണ് ഫെനലിൻ്റെ പൂക്കൾ. നല്ല ഭംഗിയോടെ നമ്മുടെ ഗാർഡനൊക്കെ നല്ല ലുക്ക് കൊടുക്കുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ പൂക്കളും അതിൻ്റെ ഇലകളും ഒക്കെ നല്ല ഭംഗിയുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരു പെട്ടെന്ന് തന്നെ ഇത് ഹാർവെസ്റ്റ് റെഡിയാവും. നമ്മളൊരു പ്ലാന്റ് ചെയ്ത് ഒരു 4-5 മാസം കൊണ്ട് തന്നെ ഇതിൻ്റെ ഹാർവെസ്റ്റിന് തന്നെ ഇത് റെഡിയാവും. അതായത് ഒരു വർഷം മാത്രം നിൽക്കുന്ന തൈകളാണ്. അതായത് ഒരു വർഷം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ആ വർഷം ഹാർവെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ പിന്നെ അധികം ഉണ്ടാകാറില്ല. നമ്മൾ ആ പ്ലാന്റ് പിഴുതു മാറ്റുന്നതാണ് നല്ലത്. ഇതിപ്പോൾ നമ്മൾ ഹാർവെസ്റ്റിന് റെഡിയായി നമ്മൾ ഇച്ചിരി പച്ചയായിട്ടാണ് നമ്മൾ പറിച്ചിരിക്കുന്നത്. നമ്മൾ ഉണങ്ങി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ ഉണങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പ്രോസസ് ചെയ്യാം. ചെറിയൊരു പേപ്പറിൻ്റെ കൂടിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ചുമ്മാ ഒന്ന് ഇളക്കിയെടുത്താൽ മതി. പക്ഷേ ഇത് നമ്മൾ ഇച്ചിരി പച്ചയായിട്ട് പറിച്ചിട്ട് അത് നമ്മൾ വെയിലത്ത് വെച്ച് ചെറുതായിട്ടൊന്ന് ഉണക്കി എടുത്ത് ആണ് നമ്മളിത് ഉപയോഗിച്ചത്. ഈ ഫെനൽ എന്ന് പറയുന്ന സത്യത്തിൽ ഒരു ക്യാരറ്റിൻ്റെ ഫാമിലിയിൽ പെടുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഇലകൾ നോക്കിയാൽ ക്യാരറ്റിൻ്റെ ഇലകൾ പോലെ തന്നെയാണ് ഏകദേശം ഇരിക്കുന്നത്. ഇലകൾ നമുക്ക് സാലഡ്സിലൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇലകൾ മാത്രമല്ല, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഇതിൻ്റെ ബൾബ് എന്ന് പറയുന്നത് അതിൻ്റെ വെള്ള ഭാഗം, അതിൻ്റെ ചോട് ആണ് സാധാരണഗതിയിൽ വിദേശികൾ ഉപയോഗിക്കുന്നത്. അതൊരു 2 മാസം കൊണ്ട് തന്നെ അത് റെഡിയാവും. ഇതുപോലെ ഫ്ലവർ ആകാനായിട്ട് അവർ നോക്കി നിൽക്കാറില്ല. ആ സ്റ്റേജിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ നമ്മൾ സെലറിയൊക്കെ ഉപയോഗിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഈ പ്ലാന്റ് ഉപയോഗിക്കാം. നല്ല സൂപ്പിനും അല്ലെങ്കിൽ ഈ ബ്രോത്തൊക്കെ ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്യാനൊക്കെ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇതിൻ്റെ ഈ ബൾബ് എന്ന് പറയുന്നത്. നമ്മൾ അതുപോലെ സീഡ് എടുത്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ഇതിൻ്റെ സീഡുകൾ നമുക്ക് ഒരു 2-3 തരത്തിൽ മുളപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഒന്നല്ലെങ്കിൽ നമ്മൾ നേരിട്ട് എവിടെയാണോ പ്ലാന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ തന്നെ സീഡുകൾ കുഴിച്ചിടുക. നമ്മൾ കുറച്ചധികം സീഡുകൾ കുഴിച്ചിടണം, എന്നാലേ ഉള്ളൂ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇത് വരുള്ളൂ. അതിനുശേഷം നമ്മൾ ഒരെണ്ണം നിർത്തിയിട്ട് ബാക്കി അതിൻ്റെ ചുവട്ടിൽ നിന്നെല്ലാം പറിച്ചു കളയാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ടിഷ്യൂ പേപ്പറിൽ ഇത് മുളപ്പിച്ചെടുക്കാം. ടിഷ്യൂ പേപ്പർ വെള്ളം തെളിച്ച് മുളപ്പിച്ചെടുക്കാൻ സാധിക്കും. ഞാൻ ചെയ്തത് ട്രേയിലാണ്. ചെറിയ ട്രേകളിൽ ഇതിൻ്റെ വിത്തുകൾ കുഴിച്ചിട്ട് നമ്മൾ സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്നത് പെരുംജീരകം തന്നെ കുഴിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തത്. പിന്നെ ഇത് പ്ലാന്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അധികം വളപ്രയോഗം ഇതിന് കൊടുക്കരുത്. അധികം വളത്തിൻ്റെ ആവശ്യം ഇതിനില്ല. പെട്ടെന്ന് തന്നെ ഇത് വളരും. പക്ഷെ കൃത്യമായിട്ട് നമ്മൾ വെള്ളം ഒഴിക്കണം. വെള്ളം ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. വളം ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ഇത് വളർന്നു വരും. ഇപ്പം നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത ഫെനൽ നമ്മളിതുപോലെ ഒന്ന് അതിൻ്റെ ഞെടുപ്പ് മാറ്റി അതിൻ്റെ സീഡ് മാത്രമായിട്ട് നമ്മളിതിങ്ങനെ എടുക്കുകയാണ്. അത് മാത്രമാണ് അതിൻ്റെ ഒരു സമയം എടുക്കുന്ന ഒരു പ്രോസസ്സ് പറയുന്നത്. അത് തന്നെയാണ്. അപ്പം അമ്മ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഇത് കാര്യങ്ങൾ ഇച്ചിരി എളുപ്പമായത്. അമ്മ ഇത് കണ്ടിച്ചെടുത്ത് വെയിലത്തിട്ട് ഉണക്കിയിട്ടാണ് നമ്മൾ എടുത്തത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി നന്നായിട്ട് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യുക. നന്നായിട്ട് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്ത് ഇതുപോലെ ഇത്രയും എമൗണ്ട് കിട്ടത്തില്ല, കുറേ കൊഴിഞ്ഞ് താഴെ പോകും. പക്ഷേ എന്നാൽ നമ്മൾ അത് നന്നായിട്ട് ഉണങ്ങിയ ശേഷം പ്ലാന്റിൽ നിന്ന് തന്നെ ഉണങ്ങിയ ശേഷം കട്ടിച്ചെടുത്തിട്ട് നമ്മളൊരു പ്ലാസ്റ്റിക് കൂട് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് അല്ല ഒരു പേപ്പറിൻ്റെ കൂടിലേക്ക് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ എല്ലാം വിട്ടുപോരും. അപ്പോൾ അങ്ങനെ വിട്ടു പോന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് എളുപ്പമുണ്ട്. ഇത്രയും പണിയില്ല. പക്ഷെ ചെറിയ രീതിയിൽ പച്ചയ്ക്കായിട്ട് എടുക്കുകയാണെങ്കിൽ കൂടുതൽ എമൗണ്ട് നമ്മൾ കിട്ടും. അതൊന്ന് വെയിലത്തിട്ട് ഉണക്കി എടുത്താൽ മതി. അപ്പം ഞങ്ങൾ അമ്മയുള്ളത് കൊണ്ട് ഇതുപോലെ വെയിലത്തിട്ട് ഉണക്കാം എന്നുള്ള ഒരു
ആലോചനയിലാണ് ഇത്രയും പച്ചയായിട്ട് പറിച്ചത്. ഇപ്പം നമ്മൾ ഒന്ന് ചെറുതായിട്ട് ഉണക്കിയെടുത്ത പെരുംജീരകമാണ് നമുക്ക് ഇവിടെ ഉണ്ടായ നമ്മുടെ സ്വന്തം പെരുംജീരകം. അത് നമുക്ക് നോക്കിയാൽ അറിയാം, ഇച്ചിരിയുടെ കമ്പും കോലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്ന് പേറ്റി എടുക്കേണ്ടതായിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് പേറ്റി എടുത്ത് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ സാധിക്കുന്നവരൊക്കെ നമ്മളത് വീട്ടിൽ വളർത്താനായിട്ട് ശ്രമിക്കുക. കാരണം ഇതിൻ്റെ ഫ്ലേവറും അതിൻ്റെ സ്മെല്ലും നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പോൾ അത് നമ്മൾ ഒന്ന് അനുഭവിച്ച് തന്നെ അറിയണം. ഞാൻ താമസിക്കുന്നത് ന്യൂസിലാൻഡിലാണ്. അപ്പം ന്യൂസിലാൻഡിൽ ഇതുപോലെ ഫെനൽ ഇച്ചിരി എളുപ്പത്തിൽ വളരാൻ സാധ്യതയുണ്ട്. കാരണം ഇവിടെ കാടുകളിൽ പോലും ഇഷ്ടംപോലെ ഫെനൽ വളരാറുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു ഫെനലിൻ്റെ ഒരു കാടും കൂടെ ഞാൻ കാണിച്ചു തരാം. കാരണം ഇവിടെ ഒരു പാർക്കിൻ്റെയും മറ്റു തോടിൻ്റെയൊക്കെ അടുത്ത് തന്നെ ചെറിയ ചെറിയ കാടുകളിൽ, ന്യൂസിലാൻഡിലെ കാടുകളിൽ വളരുന്ന ഫെനലാണ് നിങ്ങൾ കാണുന്നത്. ഏതായാലും ഞാനിത് പറിച്ച് ഉപയോഗിച്ചിട്ടില്ല. കാരണം അതിലെന്തോ വൈറ്റിഷ് പൗഡർ പോലെ എന്തോ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മളതൊന്ന് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ ഉപയോഗിക്കാമായിരിക്കാം. ഏതായാലും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. ഏതായാലും നിങ്ങൾ കാണുന്നതാണ് ഇവിടെ ചെറിയ ചെറിയ കാടുകളിൽ കാണുന്ന ഫെനലിൻ്റെ പ്ലാന്റുകൾ. നല്ല ഒരു സ്മെല്ലുണ്ട്. ഈ പ്രദേശത്തേക്ക് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു മണം നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല രസമുള്ള ഒരു കാഴ്ചയാണ്. ഏതായാലും എൻ്റെ വീഡിയോ കണ്ടതിൽ വളരെ സന്തോഷം. അപ്പോൾ നിങ്ങൾ തുടർന്നും വീഡിയോകൾ കാണുക. സാധിക്കുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.